ഹായ് ഹലോ എല്ലാവർക്കും പിക്ക് ലേണിങ്സിൻ്റെ CRT സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ വാതക നിയമങ്ങൾ പഠിച്ചു, മോൾ സങ്കല്പം പഠിച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് രാസഭൗതിക മാറ്റങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഒരു പാർട്ടിക്കിളിനുണ്ടാകുന്ന കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ശരിയല്ലേ? അപ്പോൾ എന്താണ് ഈ പറയുന്ന മാറ്റം സംഭവിക്കുന്ന കെമിക്കൽ റിയാക്ഷനിലോ ഫിസിക്കൽ ചേഞ്ചിലോ ഒക്കെ പങ്കെടുക്കുന്ന മാറ്റർ എന്ന് വെച്ചാൽ എന്താണ്, ദ്രവ്യം എന്ന് വെച്ചാൽ എന്താണ്, അത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേ. ഓക്കെ, അപ്പോൾ ഇതിനൊരു മാസ് ഉണ്ടാവും, ഇതിനൊരു വ്യാപ്തം ഉണ്ടാവും, ശരിയല്ലേ? മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനി സബ്സ്റ്റൻസ് ദാറ്റ് ഹാവ് എ മാസ് ആൻഡ് ഇറ്റ് ഒക്കുപ്പൈസ് എ സ്പേസ്. ഒരു കൃത്യമായിട്ടുള്ള വ്യാപ്തം ഉള്ളതും, അതായത് ഒരു വ്യാപ്തം ഉൾക്കൊള്ളാനുള്ള കഴിവുള്ളതും കൃത്യമായിട്ടുള്ളൊരു പിണ്ഡം അഥവാ മാസ് ഉള്ളതുമായിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ മാറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു മാസ് ഉണ്ടാവും. പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ മൊത്തത്തിലുള്ള അളവിനെയാണ് നമ്മൾ മാസ് എന്ന് വിളിക്കുന്നത്. ഒരു ദ്രവ്യമായാൽ അതിനൊരു മാസ് ഉണ്ടാവും. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലമാണ് അതിൻ്റെ വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത്. വായു ഒരു ദ്രവ്യമാണ്. വായുവിനും കൃത്യമായിട്ടുള്ളൊരു മാസും കൃത്യമായിട്ടുള്ള ഏത് കണ്ടെയ്നറിലാണ് വെച്ചിരിക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ ഒരു വ്യാപ്തവും മുഖത്തിൻ്റെയും വാതകങ്ങൾക്കും ഉണ്ടായിരിക്കും. നമുക്ക് ചുറ്റും പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളെക്കുറിച്ച് പറയുവാണ് എന്നുണ്ടെങ്കിൽ പ്രകൃതിയിലും അതേപോലെ തന്നെ ജീവജാലങ്ങളിലും നിരന്തരമായിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു മുട്ട വിരിഞ്ഞിട്ട് അതിൽ നിന്ന് കോഴിക്കുഞ്ഞ് വരുന്നത്, വിത്ത് മുളയ്ക്കുന്നത്, മേഘത്തിൽ നിന്ന് മഴ പെയ്യുന്നത്, മാങ്ങ പഴുക്കുന്നത്, ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അല്ലേ. ഇതിൽ വളരെ സാവധാനമായിട്ട് നടക്കുന്ന മാറ്റങ്ങളും വളരെ വളരെ വേഗതയിൽ നടക്കുന്ന മാറ്റങ്ങളും ഉണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങളുടെ ഒരു ഉദാഹരണമാണ് വിത്ത് മുളയ്ക്കുക എന്ന് പറയുന്നത് അല്ലേ. കുറേ സമയം എടുത്തിട്ടാണ് ഒരു റിയാക്ഷൻ നടക്കുന്നത്. അതേസമയം പടക്കം പൊട്ടുക എന്ന് പറയുന്നത് വിത്ത് മുളയ്ക്കണ പോലെ മെല്ലെ 6 മാസം കൊണ്ടാണ് ഒരു പടക്കം പൊട്ടിത്തീരുക അല്ലേ. വളരെ പെട്ടെന്നാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ പടക്കം പൊട്ടുന്നത് വളരെ പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷനാണ്. അതേപോലെ തന്നെ ഗ്യാസ് കത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. നോക്കാം, ഇതിൽ പദാർത്ഥത്തിൻ്റെ ആകൃതിയിൽ മാറ്റം വരുന്ന ചില മാറ്റങ്ങളുണ്ട്. തടി കസേരയാക്കിയിട്ട് നമ്മൾ മാറ്റുന്നു, തണ്ണിമത്തൻ മുറിക്കുന്നു, അതേപോലെ തന്നെ ഒരു കുപ്പി പൊട്ടിപ്പോകുന്നു. ഇവിടെ ആകൃതിക്ക് മാത്രമേ, അതായത് കുപ്പിയുടെ ഷേപ്പിൽ ഇരുന്ന സാധനം ഇപ്പോൾ ചില്ലിൻ്റെ ഷേപ്പിൽ ചെതറിയിട്ടാണ് ഇരിക്കുന്നത്. ആ ആകൃതിക്ക് മാത്രമാണ് അവിടെ മാറ്റം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള മാറ്റമാണ് അവസ്ഥാമാറ്റം, ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പദാർത്ഥത്തിൻ്റെ അവസ്ഥ മാറുകയാണ് അവിടെ ചെയ്യുന്നത്. അതായത് ഖരം, ദ്രാവകം, വാതകം എന്ന് പറയുന്ന അവസ്ഥകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നു. ഖരം എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ചൂട് അപ്ലൈ ചെയ്യുമ്പോൾ അത് മെൽറ്റ് ചെയ്ത് ദ്രാവക രൂപത്തിലേക്ക് മാറുന്നു. ദ്രാവകത്തെ ഇനിയും നമ്മൾ ചൂട് കൊടുക്കുന്ന സമയത്ത് അത് വീണ്ടും ആ ദ്രാവക തന്മാത്രകൾ തിളച്ച് വാതകമായി മാറിയിട്ട് അത് വാതകാവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു. ഇനി ഇതേപോലെ തന്നെ നേരെ തിരിച്ച് വാതകാവസ്ഥയിലിരിക്കുന്ന ഒരു സാധനത്തിലേക്ക് നമ്മളതിൻ്റെ ചൂട് കമ്മിയാക്കും, തണുപ്പിക്കുമ്പോഴത്തേക്കിനും ഇത് ദ്രാവകമായിട്ട് മാറുന്നു. ദ്രാവകത്തെ ഇനിയും നമ്മൾ തണുപ്പിക്കുന്ന സമയത്ത് അത് എന്താവുന്നു? ഖരപദാർത്ഥമായിട്ട് മാറുന്നു അല്ലേ. അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥാ മാറ്റങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. വെള്ളം ഐസാകുന്നത്, മെഴുകുരുങ്ങുന്നത്, ഇങ്ങനെയുള്ള അവസ്ഥാമാറ്റങ്ങളും നമ്മുടെ ചുറ്റുമുള്ള മാറ്റങ്ങളുടെ ഉദാഹരണമാണ്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നു, എന്താണ് ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഒരിക്കലൊരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ പുതിയ ഒരു പദാർത്ഥം രൂപപ്പെടാത്തതും, പുതിയതായിട്ടുള്ള ഒരു മോളിക്യൂളൊക്കെ അടങ്ങിയിട്ടുള്ള പുതിയൊരു സെറ്റപ്പിലുള്ളൊരു സാധനം രൂപീകരിക്കപ്പെടാത്തതും, ഒരിക്കലൊരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ആ മാറ്റത്തെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു അവസ്ഥാമാറ്റം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിസിക്കൽ ചേഞ്ച് ആയിരിക്കും, ഒരു ഭൗതിക മാറ്റമായിരിക്കും. ഓക്കെ, അവസ്ഥാമാറ്റം എപ്പോഴും എന്തായിരിക്കും? ഫിസിക്കൽ ചേഞ്ച് ആയിരിക്കുമേ, അത് മാറിപ്പോകരുത്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചോ കെമിക്കൽ ചേഞ്ചോ ഒന്നും അവിടെ ഇരുന്ന് ആലോചിക്കേണ്ട, അവസ്ഥാമാറ്റമാണോ ഫിസിക്കൽ ചേഞ്ച്, അത്രേ ഉള്ളൂ. പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ, ഇവയിലൊക്കെ ചെറിയ മാറ്റം വരുന്ന പരിപാടികളാണ് ഫിസിക്കൽ ചേഞ്ച് അഥവാ ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? വലിപ്പം, ആകൃതി, അവസ്ഥ. ഓക്കെ, അപ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നില്ല. ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു താൽക്കാലിക മാറ്റമാണ് ഭൗതിക മാറ്റം. പലപ്പോഴും പഴയ അവസ്ഥയിലേക്ക് അതിനെ തിരികെ കൊണ്ടുവരാം. ചില സാഹചര്യങ്ങളിൽ അതിൽ പറ്റില്ല, പക്ഷെ എന്നാൽ പോലും എന്താണ്, അതിലെ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് കണ്ടെത്താം. മാറ്റം സംഭവിക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. നോക്കിയേ, ഉദാഹരണങ്ങളായിട്ട് പേപ്പർ മുറിക്കുന്നത്,
പേപ്പർ മുറിച്ചു കഴിഞ്ഞാൽ പേപ്പർ മുറിഞ്ഞ കഷ്ണമായി പോയി, അതിൻ്റെ ആ രൂപത്തിനല്ലേ മാറ്റം സംഭവിച്ചുള്ളൂ. പുതിയ പദാർത്ഥം എന്തെങ്കിലും അവിടെ ഉണ്ടായോ? കഷ്ണമായിട്ടിരിക്കുന്ന പേപ്പറിലുള്ളതും മൊത്തത്തിലുള്ള ഷീറ്റ് പേപ്പറിലുള്ളതും പേപ്പറിൻ്റെ അതിനകത്തുള്ള അതേ മോളിക്യൂൾ സാധനങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതിൽ മാറ്റമില്ല. പ്ലാസ്റ്റിക് പൈപ്പ് ചൂടാക്കിയിട്ട് അതിൻ്റെ വലിപ്പം കൂട്ടുന്നു. കണ്ടിട്ടില്ലേ? പ്ലാസ്റ്റിക് പൈപ്പ് ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് അത് ഉരുകും ചെറുതായിട്ട്. എന്നിട്ട് അതിനെ അകത്ത് നമ്മൾ വലുതാക്കുകയും മറ്റ് പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചത്? ഈ പ്ലാസ്റ്റിക്കിൻ്റെ രൂപം തന്നെ മാറിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ അവിടെ ഒരു പുതിയ പദാർത്ഥം രൂപപ്പെട്ടോ? ഇല്ല. പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ചൂട് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ രൂപമാറ്റം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അരി പൊടിക്കുന്നു. പുതിയ പദാർത്ഥം ഒന്നും വല്ലതും ഉണ്ടായോ? ഇല്ല. നേരത്തെ ഉണ്ടായിരുന്ന വലിയ വലിയ പീസായിട്ടുള്ള അരി എന്ന് പറയുന്നത് ചെറിയ ചെറിയ കഷ്ണമായിട്ട് മാറി, അത്രേ സംഭവിക്കുന്നുള്ളൂ. ഇവയെല്ലാം എന്താണ്? ഭൗതിക മാറ്റങ്ങളുടെ ഉദാഹരണമാണ്. നേരത്തെ പറഞ്ഞ പോലെ ദ്രവ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അവസ്ഥകൾ ഖരം, ദ്രാവകം, വാതകം എന്നിവയാണ്. ഇതുകൂടാതെ ദ്രവ്യത്തിൻ്റെ നാലാമത്തെ ഒരു അവസ്ഥയുണ്ട്, അതാണ് പ്ലാസ്മാവസ്ഥ. നക്ഷത്രങ്ങളിലും അതേപോലെ തന്നെ നെബുലകളിലുമൊക്കെ നമുക്ക് പദാർത്ഥത്തെ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ സ്റ്റേറ്റ്. ഈ പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയായിട്ടുള്ള പ്ലാസ്മ സ്റ്റേറ്റിനകത്ത് പദാർത്ഥം അയോണുകളുടെ രൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. വളരെ ഉയർന്ന താപനിലയാണ്. സ്വതന്ത്രമായിട്ടുള്ള ചാർജിത കണങ്ങളായിട്ടാണ്, അയോണുകളായിട്ടാണ് അതിനകത്തെ കണങ്ങളൊക്കെ നിൽക്കുക. ആറ്റവും മോളിക്യൂളൊക്കെ നിൽക്കുന്നത് പോലെ അയോണുകളായിട്ട് ചാർജ്ഡ് ആയിട്ട് ഇവരെല്ലാം നിൽക്കും. അങ്ങനെയാണ് പ്ലാസ്മാവസ്ഥ എന്ന് പറയുന്നത്. ഇതുകൂടാതെ മറ്റവസ്ഥകൾ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ്, ഫെർമിയോണിക് കണ്ടൻസ്റ്റേറ്റ് തുടങ്ങിയിട്ടുള്ള അഞ്ചാമത്തെയും ആറാമത്തെയും അവസ്ഥകൾ കൂടെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഇതിൽ പൊതുവെ ഭൂമിയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന അവസ്ഥകൾ എന്ന് പറയുന്നത് ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെയുള്ള അവസ്ഥകളാണ്. കിട്ടിയല്ലോ? അപ്പോൾ അവസ്ഥകളുടെ ആ ഒരു താരതമ്യത്തെക്കുറിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഖരം എന്ന് പറയുന്നത് നിശ്ചിത മാസും നിശ്ചിത വ്യാപ്തവും നിശ്ചിതമായിട്ടുള്ള ഒരു ആകൃതിയുമുള്ള ആളുകളാണ് ഖരങ്ങൾ. ദ്രാവകം എന്ന് പറയുമ്പോൾ നിശ്ചിതമായിട്ടുള്ള മാസും വ്യാപ്തവും ഉണ്ട്, പക്ഷെ അതിന് നിശ്ചിതമായിട്ടുള്ള ആകൃതിയില്ല. ആലോചിക്കേ, വെള്ളം ഏത് പാത്രത്തിലാണോ നിറച്ചു വയ്ക്കുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതിയിലാണ് വെള്ളം ഇരിക്കുക അല്ലേ? അപ്പോൾ കൃത്യമായിട്ടുള്ള ആകൃതിയില്ല, പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ വാതകത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. വാതകത്തിന് നിശ്ചിതമായിട്ടുള്ളൊരു മാസ് ഉണ്ട്, പക്ഷേ നിശ്ചിതമായിട്ടുള്ളൊരു വ്യാപ്തമില്ല. ഏത് പാത്രത്തിലാണ് വെക്കണത് ആ പാത്രം മുഴുവനും നിറഞ്ഞു നിൽക്കും ആ വാതകം. അതേപോലെ തന്നെ ആകൃതി കൃത്യമായിട്ടുണ്ടോ? അതുമില്ല അല്ലേ? അപ്പോൾ കൃത്യമായിട്ടുള്ള മാസ് മാത്രമേ നമ്മുടെ വാതകത്തിന് ഉള്ളൂ എന്നുള്ളതാണ്. ഇനി കണികാ ക്രമീകരണം, മോളിക്യൂളാർ അറേഞ്ച്മെൻറ്റ് നമുക്കറിയാവുന്ന കാര്യമാണ്. ഖരത്തിനകത്തുള്ള മോളിക്യൂളുകൾ വളരെ വളരെ അടുത്താണ് ഇരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ആകർഷണം വളരെ വളരെ കൂടുതലാണ്. അതിനകത്ത് അതുകൊണ്ട് തന്നെ ചലന വേഗത കുറവും ഊർജ്ജം കുറവുമായിരിക്കും. ദ്രാവകത്തെക്കുറിച്ച് വരികയാണെങ്കിൽ ദ്രാവകത്തിലെ കണികകൾ തമ്മിൽ ഇച്ചിരിയും കൂടെ അകലമുണ്ട് ഖരത്തെക്കാട്ടിലും. അപ്പം എന്താ, ഇവർ തമ്മിലുള്ള ആകർഷണ ബലം കുറച്ചുകൂടെ കുറവായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇത്തിരി അകന്നിരിക്കാനായിട്ട് സാധിച്ചത്. അപ്പം ഇതിന് ഊർജ്ജം നമ്മുടെ ഖരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഊർജ്ജം കൂടുതലാണ്. അതുകൊണ്ടാണ് ജലത്തിന് ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വാതകത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് കണികകൾ വളരെ വളരെ അകലെയാണ് ഈ മൂന്ന് അവസ്ഥകളിൽ വെച്ച് നോക്കുമ്പോൾ. ആകർഷണ ബലം അതിലെ മോളിക്യൂൾസ് തമ്മിൽ വളരെ വളരെ കുറവാണ്. ചലന വേഗതയും ഊർജ്ജവും കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ വാതകാവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു അവസ്ഥയിലിരിക്കുന്ന ഒരു സാധനത്തിനെ ചൂടാക്കുന്ന സമയത്ത് അത് അതിൻ്റെ മുകളിലുള്ള അടുത്ത അവസ്ഥയിലേക്ക് മാറുന്നു. കണികകൾ താപോർജ്ജം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുക ചൂടാവുന്ന സമയത്ത്. താപോർജ്ജം ആഗിരണം ചെയ്യുമ്പോഴത്തേക്കിന് എന്ത് സംഭവിക്കും? ഊർജ്ജം കൂടും അല്ലേ? അപ്പം ഖരത്തെ കാട്ടി ഊർജ്ജം കൂടിയ അവസ്ഥയാണ് ദ്രാവകം. അപ്പം ഖരത്തിലെ മോളിക്യൂളുകൾക്ക് ഊർജ്ജം കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് ഈ കണികകൾ കുറച്ചുകൂടെ ചലന സ്വാതന്ത്ര്യം നേടിയെടുക്കും. ചലന സ്വാതന്ത്ര്യം കൂടുതലും ഊർജ്ജം കൂടുതലുമായി കഴിഞ്ഞാൽ ഈ മോളിക്യൂളുകൾ ഇത്രയും കൂടെ അകന്നിരിക്കും. അപ്പോൾ അതെന്തായി? ദ്രാവകമായി. ദ്രാവകത്തെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ മോളിക്യൂളുകൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ താപത്തിൽ നിന്നുമുള്ള ഊർജ്ജം സ്വീകരിക്കും. താപോർജ്ജം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗതികോർജ്ജത്തിന് തുല്യമായിരിക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. മോളിക്യൂൾ ഇത്രയും കൂടെ അകന്ന് നിൽക്കും. അപ്പോൾ അതെന്തായി? വാതകാവസ്ഥയിലേക്ക് പോകുന്നു അല്ലേ? ചൂടാക്കുന്ന സമയത്ത് കണികകൾ തമ്മിൽ ആ ഒരു ഊർജ്ജം ആഗിരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ തമ്മിലുള്ള അകലം കൂടുന്നു, ഊർജ്ജം വർദ്ധിക്കുന്നു. അങ്ങനെ ഖരം ദ്രാവകത്തിലേക്കും ദ്രാവകം വാതകത്തിലേക്കും പോകുന്നു. തണുപ്പിക്കുന്ന സമയത്ത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. താപോർജ്ജം പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കണികകൾ തമ്മിലുള്ള അകലവും ഊർജ്ജവും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വാതകാവസ്ഥയിൽ നിന്ന് തണുപ്പിക്കുമ്പോൾ ദ്രാവകവും അതിനെ വീണ്ടും തണുപ്പിക്കുമ്പോൾ ഖരവുമായിട്ടത് മാറുന്നു. ഇനി ഉൽപ്പതനം അഥവാ സബ്ലിമേഷൻ പൊതുവെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സാധനമാണ്. ഖരം ദ്രാവകമായിട്ട് വാതകമാകുന്നതാണ് നമുക്ക് പൊതുവെ പരിചയം. അങ്ങനെ ഇല്ലാതെ ഖരം ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സബ്ലിമേഷൻ കാണിക്കുന്ന ചില ഖരവസ്തുക്കൾ നമുക്കുണ്ട്. അതാണ് കർപ്പൂരം, നാഫ്തലിൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ. ഇവരൊക്കെ ചൂടാക്കുമ്പോൾ ദ്രാവകമായി വാതകമാകാതെ നേരിട്ട് ഖരം വാതകമായിട്ട് പോകും. ആ ഒരു പ്രോസസ്സിനെയാണ് സബ്ലിമേഷൻ അഥവാ ഉത്പാദനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഖരം
താപമാഗിരണം ചെയ്ത് ദ്രാവകമാകുന്നു, ദ്രാവകം താപമാഗിരണം ചെയ്ത് വാതകമാകുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു എക്സാമ്പിളാണ് മെഴുകിൻ്റെ അവസ്ഥാമാറ്റം എന്ന് പറയുന്നത്. മെഴുക് ചൂടാക്കുന്ന സമയത്ത് ഖരം ദ്രാവകമായിട്ടും അവിടെ നിന്ന് ബാഷ്പം വാതകമായിട്ടും മാറുന്നു. മെഴുക് തണുപ്പിക്കുമ്പോൾ നേരെ തിരിച്ച് ബാഷ്പം ദ്രാവകമായിട്ടും അവിടെ നിന്ന് ഖരമായിട്ടും മാറുന്നു. ഇവിടെ പദാർത്ഥത്തിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? മെഴുകിൻ്റെ മോളിക്യൂൾ എന്താണോ അത് തന്നെ എല്ലായിടത്തും, പക്ഷെ അവസ്ഥയ്ക്ക് മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെഴുകുരുകുക എന്ന് പറയുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. അല്ലേ, ചൂടാക്കുന്ന സമയത്ത് താപം സ്വീകരിക്കുന്നു, ഉരുക്കിയ മെഴുക് ദ്രാവകാവസ്ഥയിലേക്ക് പോകുന്നു. ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഡയഗ്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? എന്താണ് ഭൗതിക മാറ്റം? പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഭൗതിക മാറ്റങ്ങളാണ്. ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തു വിടുകയോ ചെയ്യുന്നു. ഭൗതിക മാറ്റങ്ങൾ താൽക്കാലികമായിട്ടുള്ള മാറ്റങ്ങളാണ്. കിട്ടിയല്ലോ. അപ്പോൾ ഈ ഭൗതിക മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് യൂസിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുനർനിർമ്മാണവും പുനരുപയോഗവും എന്ന് പറയുന്നത്. അതായത് റീസൈക്കിൾ ചെയ്യുക. ഉപയോഗശൂന്യമായിട്ടുള്ള പ്ലാസ്റ്റിക്, ലോഹങ്ങൾ, പേപ്പർ തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റീസൈക്കിൾ ചെയ്യാറുണ്ട്. ഒരു പരിധി വരെ പരിസ്ഥിതിക്ക് പ്രശ്നമായിട്ടുള്ള പൊല്യൂഷൻ അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇതൊക്കെ കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇവയൊക്കെ നമ്മൾ ഈ കൊടുക്കുന്ന ഈ വേസ്റ്റ് മെറ്റീരിയലുകളെല്ലാം ഭൗതിക മാറ്റങ്ങളുടെ പുതിയ ഉൽപ്പന്നങ്ങളായിട്ട് അല്ലെങ്കിൽ പുതിയൊരവസ്ഥയിലേക്ക് മാറ്റി അതിനെ എടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലേ, പുനരുപയോഗം, റീയൂസ് എന്ന് പറയുമ്പോൾ പാഴ്വസ്തുക്കളെ കളയാതെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന പുതിയ ഉൽപ്പന്നം എന്ന് പറയുന്നത് പുതിയൊരു പ്രൊഡക്റ്റ് അല്ല. ഇപ്പോൾ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ട്യൂബാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ അവസ്ഥാമാറ്റം നടത്തി അതിനെ റീമോൾഡ് ചെയ്തിട്ട് അതിനെ ഒരു കീ ചെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ കൊടുത്ത ട്യൂബിനകത്തുള്ള മോളിക്യൂൾ തന്നെയാണ് അപ്പുറത്ത് ഇരിക്കുന്നത്. പ്ലാസ്റ്റിക് തന്നെയാണ് സാധനം, പക്ഷേ പുതിയൊരു ഉൽപ്പന്നമായി അത്, അല്ലേ? അപ്പോൾ ആ രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനായിട്ട് ഈ പറയുന്ന ഭൗതിക മാറ്റം കൊണ്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയേ, പഴയ ടയറുകൾ കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്, അതേപോലെ പ്രകൃതി സംരക്ഷണത്തിന് ഇത്തരത്തിലുള്ള റീസൈക്ലിംഗ് അല്ലെങ്കിൽ റീയൂസ് എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. പാഴ്വസ്തുക്കളെ ഒന്നെങ്കിൽ റീസൈക്കിൾ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് തന്നെ അതിനെ മറ്റ് സാധനങ്ങളായിട്ട് അതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. കണ്ടില്ലേ? ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെ പുനരുപയോഗവും ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നു. അതിൻ്റെ കാരണം ഭൗതിക മാറ്റമാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് കത്തുന്ന സമയത്ത് ജീവജാലങ്ങൾക്ക് ഹാനികരമായിട്ടുള്ള പല വിഷവാതകങ്ങളും ഉണ്ടാവുന്നുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും കത്തിക്കാതെയും പുനരുപയോഗത്തിനും പുനർനിർമ്മാണത്തിനും നൽകുന്നത് പ്രകൃതി സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതിന് കാരണമാകുന്നത് ആളാരാണ്? ഭൗതിക മാറ്റങ്ങളാണ്. ഇത്തരത്തിലെ ഭൗതിക മാറ്റങ്ങൾ ശരിയായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സ്ഥിരമായ മാറ്റങ്ങളെ കുറിച്ചിട്ട്. ചില മാറ്റങ്ങൾ പുതിയ പദാർത്ഥങ്ങളെ രൂപപ്പെടുത്തുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ സ്ഥിരമായിരിക്കും. അതിനെ നമുക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്ത് പഴയൊരു രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഉദാഹരണമായിട്ട് പേപ്പർ കത്തുന്നത്. പേപ്പർ കീറിയ പേപ്പറിലും ഒറിജിനൽ പേപ്പറിലും ഒരേ മോളിക്യൂളാണ് ഉള്ളത്. പക്ഷേ പേപ്പർ കത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പർ പോലെയല്ല ആ കത്തിച്ച ചാരം ഇരിക്കുന്നത്. ശരിയല്ലേ? പുതിയൊരു പ്രൊഡക്റ്റ് അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കത്തിച്ച ചാരത്തിൽ നിന്ന് പഴയ പേപ്പറിനെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. കീറിയ പേപ്പറിനെ വേണമെങ്കിൽ ഒന്നിച്ച് ചേർത്ത് ഒട്ടിച്ചാൽ നമുക്കൊരു പേപ്പർ ആക്കാം. പക്ഷേ ഈ കത്തിയ പേപ്പറിനെ നമുക്ക് ഇനി മാറ്റാനായിട്ട് സാധിക്കില്ല. ശരിയല്ലേ? അപ്പോൾ പുതിയൊരു പദാർത്ഥം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ വിറക് കത്തുമ്പോൾ ലഭിക്കുന്ന ചാരം ഒരു പുതിയ പദാർത്ഥമാണ്. ഇങ്ങനെ പുതിയ പദാർത്ഥങ്ങളെ ഉണ്ടാക്കുന്ന പഴയ അവസ്ഥകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്ത മാറ്റങ്ങളെ നമ്മൾ വിളിക്കുന്നു രാസമാറ്റങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചൂടാക്കുന്ന സമയത്ത്, ഒരു സാധനത്തിനെ ചൂടാക്കുന്ന സമയത്ത് ഒന്നുകിൽ നമ്മുടെ മധുരമാണ് ഇവിടെ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അല്ലേ, പഞ്ചസാര ചൂടാക്കുന്ന ഒരു എക്സാമ്പിളാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. പഞ്ചസാരേനെ സ്പൂണിൻ്റെ എടുത്തിട്ട് ഇങ്ങനെ ചൂടാക്കുവാണ്. അപ്പോൾ അവിടെ ആദ്യം അല്പം ചൂടാക്കിയ സമയത്ത് അതിൻ്റെ നിറത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ഇത്തിരി ഉരുകി ദ്രാവകാവസ്ഥയിലേക്ക് ആവുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. കാരമലൊക്കെ ഉണ്ടാകില്ലേ? അപ്പോൾ രുചി എന്ന് പറയുന്നത് കാരമലിൻ്റെ രുചിയും പഞ്ചസാരേൻ്റെ രുചിയൊക്കെ മധുരം തന്നെ. അപ്പോൾ മധുരമാണ് അതിൻ്റെ. പുതിയ പദാർത്ഥം അവിടെ വല്ലതും ഉണ്ടായോ? ഇല്ല. അതൊന്ന് ഉരുകിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? ഇനി അതേസമയം ഈ ഉരുകിയ പഞ്ചസാരേനെ വീണ്ടും നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ കളറ് മാറിയിട്ട് ഇത്തിരിയും കൂടെ അങ്ങോട്ട് കാരമലൈസ് ആവും. ശരിക്കും അങ്ങോട്ട് ഉരുകി മറ്റൊരു രൂപത്തിലേക്കാവും. അപ്പോൾ അത് ഇളം ബ്രൗൺ നിറത്തിലേക്ക് മാറും. ഇത് ദ്രാവകാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. കാരമലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ദ്രാവകം പോലെയാണ് അത് ആദ്യം ഇരിക്കുക. വളരെ കടുപ്പമുള്ള ഒരു മധുരം, ശർക്കരയുടെ ഒരു ചുവയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരമലൈസ് ചെയ്യുന്ന സമയത്തിൻ്റെ ഇത്തിരി കൂടുതൽ നേരം ചൂടാക്കി കഴിഞ്ഞാൽ അതിനൊരു ശർക്കരേൻ്റെ ചുവ, ഇത്തിരി കടുപ്പമുള്ളൊരു മധുരത്തിലേക്ക് അത് മാറും, അല്ലേ? പുതിയൊരു പദാർത്ഥം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല.
അല്ലേ? പഴയ പഞ്ചസാരേൻ്റെ പോലെ തന്നെയുള്ള മധുരമൊക്കെയുള്ള ഒരു സാധനം തന്നെ അതും. ഇനി ഇതിനെ നമ്മൾ കൂടുതൽ നേരം ചൂടാക്കുകയാണ്. ഈ ക്യാരമൽ ഉണ്ടായ സാധനത്തിന് തന്നെ നമ്മൾ ഇനിയും കുറേ നേരം വെച്ച് കത്തിച്ചു വിടുക. അപ്പോൾ എന്ത് സംഭവിക്കും? കടും നിറത്തിൽ, വളരെയധികം തവിട്ട് നിറത്തിലേക്ക് അത് മാറും. പിന്നെ അത് നല്ല കറുപ്പ് നിറം, കരി പോലെ ഇരിക്കും. ഈ സാധനം കരിഞ്ഞിരിക്കും. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അതിൻ്റെ രൂപത്തിന് ഒരു ഖരാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവും. ക്യാരമൽ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറേ നേരം നമ്മൾ ഇളക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ കട്ടിയായിട്ട് ഖരം പോലെയായിട്ട് മാറും അല്ലേ അത്? അപ്പോൾ ഖരത്തിൻ്റെ രൂപത്തിലേക്ക് അത് മാറുന്നു. ഇപ്പം നമ്മളതിനെ എടുത്ത് രുചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് കയ്പ്പ് രുചിയായിരിക്കും ഉണ്ടാവുക. അത് മാത്രമല്ല, പുതിയ പദാർത്ഥം അവിടെ രൂപപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്രയും നേരമുള്ള സ്വഭാവമുള്ള ഒരു സാധനമല്ല നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. വേറെ സ്വഭാവമുള്ള പുതിയ രൂപത്തിലുള്ള പുതിയ ആളെ നമുക്ക് കിട്ടി. പുതിയ പ്രോഡക്റ്റ് അവിടെ ഉണ്ടായി. അതായത് നമ്മുടെ പഞ്ചസാര എന്ന് പറയുന്നത് C6H12O6 എന്ന് പറയുന്ന ഗ്ലൂക്കോസ് ആണ്. ഇതിനെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ സാധനം ഡീകമ്പോസ് ചെയ്ത് ഇതിനകത്തു നിന്നുള്ള ഹൈഡ്രജൻ ഓക്സിജനൊക്കെ എസ്കേപ്പ് ചെയ്ത് കാർബൺ അവിടെ രൂപപ്പെടുന്നു. അങ്ങനെയാണ് നമുക്ക് കറുപ്പ് നിറത്തിലുള്ള ഒരു സാധനം നമുക്കവിടെ ലഭിച്ചിട്ടുള്ളത്. ഇതൊരു രാസമാറ്റത്തിൻ്റെ ഉദാഹരണമാണ്. ശരിയല്ലേ? അപ്പോൾ രാസമാറ്റവും ഊർജ്ജമാറ്റവും. രാസമാറ്റം എന്ന് പറയുന്നത് പദാർത്ഥത്തിന്റെ രാസഗുണങ്ങളിൽ മാറ്റം വരുന്ന പ്രക്രിയകളാണ്. ഇതൊരു സ്ഥിരമായ മാറ്റമാണ്. ഈ ഒരു മാറ്റം ഒരിക്കൽ സംഭവിച്ചാൽ അതിനെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഈ മാറ്റം നടക്കുന്ന സമയത്ത് ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തു വിടുകയോ ഒക്കെ തന്നെയും ചെയ്യുന്നുണ്ട്. ഉദാഹരണങ്ങൾ എന്ന് പറയുമ്പോൾ മാങ്ങ പഴുക്കുന്നത്, പാല് തൈരാകുന്നത്, ആഹാരം ദഹിക്കുന്ന ആ ഒരു പ്രോസസ്സ്, ചെമ്പ് പാത്രങ്ങളിൽ ക്ലാവ് പിടിക്കുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, തൈര് പുളിക്കുന്നത്, പൂത്തിരി കത്തുന്നത്, ആഹാരം വേവുന്നത്, അതേപോലെ മുറിച്ച ആപ്പിളിൻ്റെ നിറം കുറേ നേരം കഴിയുമ്പോഴത്തേക്കിന് മാറിപ്പോകുന്നത്, മാലിന്യങ്ങൾ ജീർണിക്കുന്നത്, ഇവയെല്ലാം രാസമാറ്റത്തിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഭൗതിക മാറ്റം എന്ന് പറയുന്നത് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നില്ല, തന്മാത്രയുടെ ക്രമീകരണത്തിൽ മാത്രമാണ് മാറ്റം കൊണ്ടുവരുന്നതെങ്കിൽ രാസമാറ്റങ്ങൾ പുതിയതായിട്ടും ആ ഒരു പദാർത്ഥത്തെ മറ്റൊരു പദാർത്ഥമാക്കി മാറ്റുന്നു. പുതിയ തന്മാത്രകൾ അവിടെ ഉണ്ടാകുന്നു. കടലാസ് കത്തുന്നത്, ഇരുമ്പ് തുരുമിക്കുന്നതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താണ് രാസമാറ്റം? രാസമാറ്റം എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിൻ്റെ രാസഗുണങ്ങളിൽ മാറ്റം ഉണ്ടാക്കുകയും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന മാറ്റങ്ങളാണ് രാസമാറ്റം. ഇത്തരം മാറ്റം നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. രാസമാറ്റങ്ങൾ സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങളാണ്. രാസമാറ്റങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. നോക്കാം. അതായത് വളരെ പെട്ടെന്ന് നടക്കുന്നതും സ്ലോ ആയിട്ട് നടക്കുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള രാസമാറ്റങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് ഉണ്ടാവുന്ന ഒരു രാസമാറ്റമാണ് ഇരുമ്പിൻ്റെ തുരുമ്പിക്കൽ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് തടയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ എണ്ണ പുരട്ടിയിട്ടോ പെയിൻറ് ചെയ്തിട്ടോ നമുക്ക് ഇരുമ്പിനെ സംരക്ഷിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ചുണ്ണാമ്പ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഇരുമ്പിനെ സംരക്ഷിക്കാറുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു രാസമാറ്റത്തിൻ്റെ റേറ്റ് കുറയ്ക്കുകയാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. ശരിയല്ലേ? ഭക്ഷണം കേടാവുന്നത് ബാക്ടീരിയകൾ അതിനകത്ത് നടത്തുന്ന രാസമാറ്റങ്ങൾ കാരണമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സംഭവത്തെ കുറയ്ക്കാനായിട്ട് ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലമുള്ള രാസമാറ്റത്തെ നമുക്ക് കുറയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ബാക്ടീരിയകൾക്ക് പ്രവർത്തിക്കാൻ കുറച്ചുകൂടെ എളുപ്പമുള്ള താപനിലയായിട്ടുള്ള റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നതിന് പകരം അതിനെ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവയ്ക്കാം. അപ്പോൾ അതിനകത്ത് തണുപ്പ് വരുന്ന സമയത്ത് ബാക്ടീരിയകൾക്ക് അവിടെ കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അവർ കുറച്ചൊന്ന് അവിടെ നമ്പായിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഭക്ഷണം കേടുവരാതെ ഫ്രിഡ്ജിനകത്തിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ മറ്റ് പരീക്ഷണങ്ങൾ, വിനാഗിരിയും മുട്ടത്തോടും തമ്മിലുള്ള പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റും. ഇതിൽ വിനാഗിരിയും പക്കാരവും തമ്മിലുള്ള പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റും. ഇവയൊക്കെ തന്നെയും എന്താണ്? ഒരു രാസമാറ്റത്തിൻ്റെ ഉദാഹരണങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി രാസമാറ്റം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഊർജ്ജമാറ്റം അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത്. രാസമാറ്റം നടക്കുമ്പോൾ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള രാസോർജ്ജം മറ്റുള്ള രൂപങ്ങളായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പൂത്തിരി കത്തുകയാണെന്ന് വിചാരിക്കുക. പൂത്തിരി കത്തുന്ന സമയത്ത് രാസോർജ്ജം, അതായത് പൂത്തിരിക്കകത്ത് കുറേ കെമിക്കൽ ഇരിക്കുന്നുണ്ട്, അത് കത്തിച്ച് വിടുമ്പോൾ അതിനകത്തുള്ള രാസോർജ്ജം, ആ കെമിക്കൽ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന എനർജി എന്തായിട്ട് മാറുന്നു? പൂത്തിരി കത്തുമ്പോഴുണ്ടാകുന്ന താപോർജ്ജമായിട്ടും അതേപോലെ തന്നെ പൂത്തിരി കത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പ്രകാശോർജ്ജമായിട്ടും അത് കത്തുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് കാരണം ഉണ്ടാകുന്ന ശബ്ദോർജ്ജമായിട്ടും മാറിപ്പോകുന്നു. ഒരു ഊർജ്ജത്തെ നമുക്ക് പുതിയതായിട്ട് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. ഊർജ്ജത്തെ നമുക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാനേ സാധിക്കുകയുള്ളൂ. മറ്റൊരു എക്സാമ്പിളാണ് പ്രകാശ സംശ്ലേഷണം. ഇവിടെ സസ്യങ്ങൾ സൂര്യപ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം ഉണ്ടാക്കുകയാണ്, ഒരു രാസവസ്തുവായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ സൂര്യപ്രകാശം ഉപയോഗിച്ച് പ്രകാശോർജ്ജത്തെ രാസോർജ്ജമായിട്ട് മാറ്റുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ്. ഇനി മിന്നാമിനുങ്ങുകൾ അവരവരുടെ ശരീരത്തിലെ രാസവസ്തുക്കളെ പ്രവർത്തിപ്പിച്ചിട്ടാണ് ഈ രാസോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റിക്കൊണ്ട് അവർ മിന്നിത്തിളങ്ങിക്കൊണ്ട് പോകുന്നത്. ഈ രാസമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ SCRTയിലുള്ള ഇങ്ങനത്തെ എക്സാമ്പിളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് എടുത്തിട്ട് ഉൽപ്പന്നം ഏതാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പോണത്. നോക്കാം. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ നിറത്തിന് മാറ്റം സംഭവിക്കുന്നു.
നിറത്തിലുള്ള ഈ മാറ്റം ഒരു പുതിയ പദാർത്ഥം ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്, ശരിയല്ലേ? അപ്പോൾ പുതിയ പദാർത്ഥങ്ങൾ രൂപപ്പെടുന്നതിനാൽ ഇതൊരു രാസമാറ്റമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു രാസമാറ്റത്തിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ അഭികാരകങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അവിടെ രൂപപ്പെട്ടിട്ടുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള പദാർത്ഥങ്ങളെ നമ്മൾ ഉൽപ്പന്നങ്ങൾ എന്നുമാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്ന സമയത്ത് എന്താണ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല പർപ്പിൾ കളറാണ്, ഉജാലയൊക്കെ പോലെ ഇരിക്കും. ഈ സാധനം എന്ത് സംഭവിക്കുന്നു, അവിടെ മാംഗനീസ് ഡയോക്സൈഡും ഓക്സിജനുമാണ് ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് ചെറിയ മാറ്റം സംഭവിച്ചുകൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് അതിനെ ചൂടാക്കുന്ന സമയത്ത് മാംഗനീസ് ഡയോക്സൈഡിന് പർപ്പിൾ നിറമൊന്നുമില്ല, ഒരു തവിട്ട് നിറം അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ളൊരു കളറാണുണ്ട്. അപ്പോൾ ആ ഒരു കളർ ചേഞ്ചിലേക്ക് ഈ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് ഇത് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ പുതിയ ഒരു പ്രൊഡക്റ്റ് രൂപപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി നിത്യജീവിതത്തിലുള്ള ഊർജ്ജമാറ്റങ്ങൾ, ഇപ്പോൾ മിക്സി എന്നിരിക്കട്ടെ, നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതിൽ വൈദ്യുതോർജ്ജം നമ്മൾ ഇതിൽ കുത്തിവെക്കുന്ന സമയത്ത് അതിനകത്തെ ഒരു മെഷീൻ കറങ്ങുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കിയിട്ടും മിക്സി കറങ്ങുന്ന സമയത്ത് ഒരു ശബ്ദം നമുക്ക് കേൾക്കും. ആ ശബ്ദം ഊർജ്ജം എവിടെ നിന്നുണ്ടായി, ശബ്ദോർജ്ജമായിട്ടും. അതുപോലെ തന്നെ ഇത് ചൂടായി ഇരിക്കും, അല്ലേ? കുറേ നേരം അത് കറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ പാത്രത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ചൂടുണ്ടാകും. അപ്പോൾ താപോർജ്ജമായിട്ടും ഇത് മാറുന്നു മിക്സിയുടെ നിന്നും. ഇനി ഇസ്തിരിപ്പെട്ടി, ഇതിനകത്ത് എന്താ ചെയ്യുന്നത്, കറണ്ടിൽ കുത്തിവെക്കുമ്പോൾ ചൂടുണ്ടാകുന്നു. വൈദ്യുതോർജ്ജമായിട്ടും താപോർജ്ജമായിട്ടുമാണ് അത് മാറുന്നത്. വൈദ്യുതോർജ്ജത്തിൽ കുത്തിവെക്കുമ്പോൾ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇനി ബാറ്ററി എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, ബാറ്ററിക്കകത്ത് കുറേ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എനർജിയെ നമ്മൾ പുറത്തേക്ക് വലിച്ചിട്ട് ഇതിനെ വൈദ്യുതോർജ്ജമായിട്ട് യൂസ് ചെയ്യുകയാണ്, ശരിയല്ലേ? അപ്പോൾ അതിനകത്തുള്ള രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ബാറ്ററിക്കകത്ത് നടക്കുന്നത്. അതേപോലെ തന്നെ മ്യൂസിക്കൽ സിസ്റ്റം, നമ്മൾ പാട്ട് കേൾക്കുന്ന സാധനം, അതിനകത്ത് വൈദ്യുതോർജ്ജം എന്തായിട്ടാണ് മാറുന്നത്, ശബ്ദോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇതൊക്കെയാണ് ആ ഊർജ്ജങ്ങളിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മൾ കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ പോലെ പൂത്തിരിയിൽ രാസപദാർത്ഥങ്ങളുണ്ട്. പൂത്തിരി എന്ന് പറയുന്ന സാധനത്തിനകത്ത് കുറേ കെമിക്കൽ നിറച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ രാസോർജ്ജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരിയിലെ പദാർത്ഥങ്ങളിൽ മാത്രമല്ല, എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജ്ജമുണ്ട്. നമ്മളിലും എല്ലാ സാധനങ്ങളിലും രാസോർജ്ജം ഉണ്ട്. പൂത്തിരി കത്തുന്ന സമയത്ത് അതിൽ അടങ്ങിയിട്ടുള്ള രാസോർജ്ജമാണ് ശബ്ദമൂർജ്ജമായിട്ടും പ്രകാശോർജ്ജമായിട്ടും താപോർജ്ജമൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ പ്രകാശം, ശബ്ദം, താപം എന്നിങ്ങനെയുള്ള ഊർജ്ജ രൂപങ്ങളിലേക്ക് അതിനകത്തുള്ള രാസോർജ്ജം മാറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ താപവും അതേപോലെ തന്നെ പ്രകാശവും ഒന്നും ഇത് പുറത്തുനിന്ന് എവിടുന്നും കൊണ്ടുവന്നതല്ല. അകത്തെ രാസോർജ്ജമാണ് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നത്. കിട്ടിയല്ലോ? ഇനി നമ്മൾ പറഞ്ഞ മറ്റൊരു എക്സാമ്പിളായിരുന്നു പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിൻ്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു, സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിൻ്റെ സഹായം കൊണ്ട് ആഹാരം നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്, സൂര്യനിൽ നിന്നുള്ള ആ ഒരു പ്രകാശോർജ്ജത്തെ വലിച്ചെടുത്തുകൊണ്ട് ആഗിരണം ചെയ്തുകൊണ്ട് അത് അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്, അല്ലേ? അപ്പോൾ അതൊരു രാസോർജ്ജമാക്കി മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് എന്ത്, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള മറ്റൊരു എക്സാമ്പിളാണ് മിന്നാമിനിങ്ങിൻ്റെ എക്സാമ്പിൾ. രാത്രിയിൽ മിന്നാമിനിങ്ങൾ പ്രകാശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ പ്രകാശിക്കാനുള്ള ലൈറ്റ് അതിന് എവിടെ നിന്നുണ്ടായി, അവർ ബാറ്ററി ഇട്ടിട്ടല്ല കത്തുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ വൈദ്യുതോർജ്ജം അല്ല അവിടെ പ്രകാശോർജ്ജമായിട്ട് മാറുന്നത്. പിന്നെന്താണ്, ഇവരുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇവരുടെ ശരീരത്തിലെ ചില രാസവസ്തുക്കളാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കാനായിട്ട് കാരണമാകുന്നത്. മിന്നാമിനിക്ക് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് അതിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ്. രാസോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നു എന്നുള്ള ഊർജ്ജമാറ്റമാണ് ഇവിടെ സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ? ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നത് പോലെ ഊർജത്തിന് നഷ്ടവും പല സാഹചര്യങ്ങളിലും സംഭവിക്കാറുണ്ട്. ഒരു ഉപകരണം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത രൂപത്തിലുള്ള ഊർജ്ജങ്ങളും അവിടെ ഉണ്ടാവാറുണ്ട്. ഇതിനെയാണ് ഊർജ്ജ നഷ്ടം എന്ന് പറയുന്നത്. നേരത്തെ മിക്സിയുടെ കേസ് പറഞ്ഞില്ലേ, നമുക്ക് ആകെ വേണ്ടത് മിക്സിയുടെ നിന്നുമുള്ള നമ്മൾ കറണ്ടി കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യുതോർജ്ജത്തിനെ നമുക്ക് യാന്ത്രികോർജ്ജമാക്കണമായിരുന്നു. മിക്സി കറങ്ങണം, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ആ കറണ്ടിൽ നിന്നുണ്ടാകുന്ന കുറച്ച് എനർജികൾ ഒന്ന് ശബ്ദോർജ്ജമായിട്ട് മിക്സിയുടെ സൗണ്ടായിട്ട്
ചൂടായിട്ടും അതേപോലെ തന്നെ താപോർജ്ജമായിട്ട് മിക്സിയിൽ ഉണ്ടാകുന്ന ചൂടായിട്ടും അവിടെ എസ്കേപ്പ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം അത് നഷ്ടമാണ് അല്ലേ. ഉദാഹരണമാണ്, ബൾബ് കത്തുന്ന സമയത്ത് പ്രകാശം ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ബൾബ് ചൂടാവും അല്ലേ. അപ്പം താപോർജ്ജമായിട്ട് കുറേ എനർജി അവിടെ വേസ്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ താപോർജ്ജം നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അങ്ങനെ ആവശ്യമില്ലാത്ത എനർജി ചേഞ്ചുകളെ നമ്മൾ ഊർജ്ജ നഷ്ടം എന്നാണ് വിളിക്കാറുള്ളത്. ഇങ്ങനെ പോകുന്ന എനർജിയെ ഊർജ്ജ നഷ്ടം എന്നാണ് പറയാറുള്ളത്. ഊർജ്ജ നഷ്ടം കുറയ്ക്കുന്ന തരത്തിലുള്ള പല അപ്പാരറ്റസും നമ്മൾ കണ്ടുപിടിച്ച് വരികയാണ്. അപ്പോൾ പഴയ കാലത്തെ ഇൻകാൻഡസെൻ്റ് ലൈറ്റിൻ്റെ അത്രയും ചൂട്, താപോർജ്ജം നഷ്ടപ്പെടുന്നില്ല നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന CFL പോലെയൊക്കെയുള്ള പല ലൈറ്റുകളിലും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഊർജ്ജ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഫിലമെൻ്റ് ബൾബ് പഴയ ബൾബ് അല്ലേ, ആ ഒരു ഫിലമെൻ്റ് ബൾബിൽ വൈദ്യുതി ഉപഭോഗം കൂടുതലാണ്, കൂടുതൽ ബില്ല് വരും എല്ലായിടത്തും. ഇൻകാൻഡസെൻ്റ് ലൈറ്റ് ഫിലമെൻ്റ് ബൾബ് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും നല്ല ബില്ല് വരും അല്ലേ. കാരണം എന്തുകൊണ്ടാണ്? കൂടുതൽ ഊർജ്ജം വേണം അതിന്. കാരണം കുറേ എനർജി താപോർജ്ജമായിട്ട് പോകുമല്ലേ. അപ്പോൾ വൈദ്യുതി ഉപഭോഗം അതിന് കൂടുതലാണ്, കാരണം താപോർജ്ജമായിട്ട് നഷ്ടം വളരെ കൂടുതലായതുകൊണ്ട്. ഇനി അവിടെ നിന്ന് നമ്മൾ CFLിലേക്ക് വരുവാണ് എന്നുണ്ടെങ്കിൽ വൈദ്യുത ഉപഭോഗം മറ്റേ നമ്മുടെ ഫിലമെൻ്റ് ബൾബിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കിനും കുറവാണ്, കാരണം താപോർജ്ജമായിട്ടുള്ള നഷ്ടം കുറവാണ്. ഇനി നമ്മൾ LED വരുമ്പോൾ വൈദ്യുത ഉപഭോഗം വളരെ വളരെ കുറവാണ്. കാരണം എന്താണ്? താപോർജ്ജം വളരെ കുറവേ അവിടെ നഷ്ടമാകുന്നുള്ളൂ. അപ്പോൾ ഊർജ്ജ നഷ്ടം കുറഞ്ഞ ഉപകരണങ്ങൾ LED ഒക്കെ ഉപയോഗിക്കുന്നത് ഊർജ്ജ സംരക്ഷണത്തിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെയുള്ള ഒരു സെറ്റപ്പ്, അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് മാറുന്നതനുസരിച്ചിട്ട് താപോർജ്ജത്തിൻ്റെ ഉപയോഗത്തിലുണ്ടാകുന്ന വ്യത്യാസവും അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ ഫിലമെൻ്റ് ബൾബ് നഷ്ടപ്പെടുത്തുന്ന അത്രയും ഊർജ്ജം CFLോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പല സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ LED ബൾബുകളോ എന്ത് ചെയ്യുന്നില്ല, ഈ ഡയോഡുകളാണ് അതിനകത്തുള്ളത് അല്ലേ. അപ്പോൾ ഡയോഡുകൾക്കകത്തു നിന്നും ഇത്രയും താപോർജ്ജം നഷ്ടമാകുന്നു ഇല്ല. അപ്പോൾ അങ്ങനെ താപോർജ്ജം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഊർജ്ജ നഷ്ടം കുറയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ LED ഒക്കെ ഉപയോഗിക്കുന്നത്. അത് ഊർജ്ജ സംരക്ഷണത്തിന് സഹായിക്കുന്ന മെത്തേഡുകളാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാറ്റങ്ങളുടെ ലോകം, അതേപോലെ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാറ്റങ്ങളുടെ രസതന്ത്രം, ഈ 2 ചാപ്റ്ററുകളിൽ നിന്നുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഊർജ്ജ മാറ്റങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കെമിക്കൽ റിയാക്ഷനുകളെ കുറിച്ചിട്ട്, രാസമാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. ആ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. കെമിക്കൽ റിയാക്ഷൻസ് നമുക്കവിടെ പഠിക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റായിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.